ഹോ, എന്തൊരു മാറ്റായി നാടിന് വന്നിരിക്കണേ. ഈ ജീവിതം എനിക്ക് ഇഷ്ടമായി. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കഴിയാൻ പോവാ, നിങ്ങളിൽ ഒരാളായി. ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് മാഷം കൂടി സഹിക്കണം. ഈ ഇല്ലായ്മയിലും വേദനയിലും ഒരു സുഖമുണ്ട് കുട്ടി. ഇതെന്താ ഈ ഓടി വരണത്? പന്നിയാണോ? ഇതാണ് ഓട്ടോറിക്ഷ. പണ്ടൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് വിട്, കഴിയുന്നത് കൊള്ളാം. ഇതുണ്ടോ? എന്ത് കാശേ, ഇവിടെ അതിനാണ് ഇപ്പൊ ഏറ്റവും വലിയ വില. മാസം ഒരു 10 ലക്ഷം രൂപ സംഘടിപ്പിച്ച് തരാമെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് കഴിയാം. കാറ്, ബംഗ്ലാവ്, വാട്ടർ ഫോറീസ്. അയ്യോ, കാശെന്നല്ല, ഒന്നും തന്നെ പുതിയതായി സൃഷ്ടിക്കാനുള്ള കഴിവ് എനിക്കില്ല. എന്ത് എവിടെ നിന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഏറ്റു. ഇതിനെയാണ് ഇവിടെ മോഷണം എന്ന് പറയുന്നത് മാഷെ. എന്താ ഉണ്ണി അങ്ങനെ പറയണേ? ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നതാണ് മോഷണം. പണക്കാരനെ വഹിക്കുന്നത് പാപമല്ല. കൊള്ളാമല്ലോ മാഷെ. മാഷ് മഹാബലി സ്റ്റൈലാണോ അതോ കായംകുളം കൊച്ചുണ്ണി സ്റ്റൈലാണോ? രണ്ടുമല്ല, ചാത്തുണ്ണി സ്റ്റൈൽ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുക, അവരെല്ലാം മറന്ന് തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കും. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയെങ്കിൽ കുറച്ച് ഡ്രസ്സ് സംഘടിപ്പിച്ചാൽ അത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി എടുത്തിട്ട് വരാം. അതെ, മാഷു ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. അതെന്തിനാ? ഇതൊരു പഴഞ്ച വേഷമല്ലേ? എന്നെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ, പിന്നെന്താ? എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ അല്പം മനപ്രയാസമുണ്ട്. മാഷെ, ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കും മാഷെ കാണാൻ പറ്റില്ലേ? എന്നെ കണ്ടോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നവർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കണക്ക് തീർക്കേണ്ട ഒരു സ്ഥലമുണ്ട് മാഷെ. വാ. നില്ല എവിടേക്കാ രണ്ടുപേരും കൂടെ? എന്താ തരാനുള്ള കാശ് വന്നിട്ട് അകത്തോട്ട് കയറിയാ മതി. എന്റെ അക്കൗണ്ട് നോക്കി എത്ര വരാണ്ടെന്ന്. എത്ര വരാണ്ടെന്ന്? 710 രൂപ 60 പൈസ. ഏതാണ്ട് 300 ചില്ലുവാൻ രൂപയല്ലേ തരാനുള്ളൂ. തരാനുള്ള പൈസയും പലിശയും കൂടെ ചേർത്താ ഇത്രയായത്. പറ്റിനും പലിശയോ ചേട്ടാ? ചുമ്മാതല്ല തന്നെ എല്ലാരും ബ്ലൈഡ് ടൈമിൽ വിളിക്കുന്നത്. ബ്ലേഡ് എന്നോ വിക്കാസ് എന്നോ എന്ത് വേണേ വിളിച്ചോട്ടെ, പ്രശ്നമില്ല. കാശടെ അല്ല എന്താ എന്തുവാ? കൊച്ചട്ടങ്ങി വന്നേ. പിന്നെ ഈ മനുഷ്യനെ വിശ്വസിക്കണം. ഇതിനകത്ത് നിങ്ങളുടെ ഈ 700 ഗുണമുണ്ട്. എനിക്കൊരു പുല്ലും ചെയ്യാനില്ല. ആ കണക്കെട്ട് നോക്കട്ടെ. എന്തോ ഞാൻ കൂടെ നോക്കട്ടെ. എന്നാ നോക്ക. അയ്യോ, ചേട്ടാ 2000 രൂപയുണ്ട്. 2000. എടാ, നിന്റെ നിന്നല്ല, നിന്റെ തന്തയുടെ വരെ വാങ്ങിക്കാൻ ഈ കൈമ പറഞ്ഞോണ്ടല്ലോ. ഉപ്പല്ലേ ഇത്? ഉപ്പ് തന്നെ. ഇതൊക്കെ എങ്ങനെ പാക്കറ്റിലാക്കിയതിപ്പോ? സാമ്പാർ ഉപ്പും കൂടി. ഇതെന്താ ഇത്? അപ്പടി ഉപ്പാണല്ലോ. സാറിന് മാത്രമേ ഉപ്പ് കൂടുതലുള്ളല്ലോ, ബാക്കി ആർക്കും ഉപ്പില്ലല്ലോ. ഇതിനും ഉപ്പുണ്ടല്ലോ. എന്താ അവിടെ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ പരാതി ഉള്ളൂ ഉപ്പ് കൂടുതലുണ്ടെന്ന്. വേറെ കഴിച്ചു നോക്കണോ? സാറ് കഴിച്ചതിന്റെ ബാക്കി ഞാൻ കഴിക്കണോ? എടോ, താങ്കൾ മുതലാളി വിളിച്ചു. എന്താ പ്രശ്നം? സാറേ, ഇത് അപ്പഴേ ഉപ്പായിരിക്കും, എങ്ങനെ കഴിക്കുക? സാമ്പാറിൽ ഉപ്പാണ്. മുടി പിടിച്ചു വലിച്ചത്? മുടി പിടിച്ചു വലിച്ചല്ലോ. മുടി പിടിച്ചു വലിക്കുന്നു. ആര്യം ഭർത്താവായിട്ടുള്ള പ്രശ്നമൊക്കെ വീട്ടിൽ എന്താ കാര്യം? എന്താ
ഈ കൂട്ടത്തിൽ ഗജ്ജാ സിംഗിനോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവരാണ്. ഗജ്ജാ സിംഗ് വെല്ലുവിളിക്കുകയാണ്. ഞാൻ പോട്ടെ മായ ആന്റി. അയ്യോ മാഷെ ഞാനൊന്ന് ഏറ്റുമുട്ടോ മാഷെ, ഏ? ഒന്ന് ഏറ്റുമുട്ടോ. എന്ത്? ഷൈൻ ചെയ്യാനല്ല, വെറുതെ ഞാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ തന്നെ മാഷ്. മാഷേ come on. Ready? Come on, get up. അയ്യോ Come on, I said. ചതിച്ചുകുട്ടി. എന്താ മാഷേ? ഇന്ന് വെളുത്തുവാവല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂതങ്ങൾക്ക് ശക്തി പോകുന്ന ദിവസം. അയ്യോ ഉണ്ണി, വഴിയിലോട്ട് നോക്കാം. വേറെ കാര്യം പറയാൻ ഇത് ചതിയുണ്ട്. ഇയാള് മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ട്. വേണോ ഒരു കൈ നോക്കാം. വാ ശില്പേ, വരാൻ. പിന്നെ എന്താ? ആ ബോളിങ് തന്നെ. സാമാന്യ മര്യാദയ്ക്ക് ഒരു സോറി എങ്കിലും പറഞ്ഞൂടെ? ഭാവം കണ്ട ഞങ്ങളാണിത് തന്റെ തലയിൽ അടിച്ചെന്ന് തോന്നുമല്ലോ. ഇതൊക്കെ ക്രിക്കറ്റ് കളിയിലുള്ളതാ. വഴിപോക്കരുടെ തലയടിച്ച് പൊളിക്കണമെന്ന് ക്രിക്കറ്റിന്റെ നിയമാവലി പറഞ്ഞിട്ടില്ല. തർക്കിക്കാൻ ഞാനില്ല. ഒരെല്ല് കൂടുതലാ നിങ്ങക്ക്. കിട്ടേണ്ടത് കിട്ടുമ്പോ പഠിച്ചോളും. ചേടാ, അരിയിൽ നിന്ന് ആശാരിച്ചാൻ കടിച്ചിട്ട് പിന്നെ നായിക്കാ മുറിവുറപ്പെന്ന് പറഞ്ഞാലോ ആയല്ലോ. ഇത് ആശാരിച്ചിയെ അല്ല പട്ടത്തി. എന്താ പറഞ്ഞേ? തനിക്ക് മുറുമുറുപ്പ് ഇത്തിരി കൂടുതലാണെന്ന്. ദേ എന്നെ നായെന്ന് വിളിച്ചാലുണ്ടല്ലോ. എന്താടി നോക്കി നിൽക്കുന്നത്? പിടിച്ച് വാങ്ങിച്ചൂടേത്. ആന്റി സോറി പറയണതല്ലേ മര്യാദ. സോറി പറയാ ആന്റി. ഇവരുടെ ഭാഗത്താ ന്യായം. അങ്കിൾ പ്ലീസ് ആ ബോളിംഗ് താ. ഈ കുട്ടികളുടെ അത്രയും വിവരം തനിക്കില്ലാതെ പോയല്ലോ. ദാ മോളെ. താങ്ക് യു അങ്കിൾ. വെൽക്കം. വാ. നല്ല കുട്ടികൾ. നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങളുടെ അപ്പൂപ്പന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പന്ത് വാങ്ങിക്കില്ലേ. ഞാൻ ഏറ്റു. ബാളെവിടെ? അറിയില്ല. ഡബിൾ സോറി പറഞ്ഞാലും ഈ ബോൾ തരുന്ന പ്രശ്നമില്ല. പോട്ടെ ഉണ്ണി, പാവല്ലേ, കൊടുത്തേക്ക്. ദേ വേണ്ട മാഷെ. കുട്ടികളെന്ന് പറഞ്ഞാ എന്റെ മനസ്സല്ലേ. ആ ശരി, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എല്ലാവരും ഏറ്റു വിളിച്ചാൽ ഈ ബോൾ തരാം. സമ്മതിച്ചോ? മായ ആന്റി മുർദാബാദ്. ഡൗൺ ഡൗൺ മായ ആന്റി. മായ ആന്റി മുർദാബാദ്. ഡൗൺ ഡൗൺ മായ ആന്റി. ഈ ബോൾ എങ്ങനെയാ അങ്കിളുടെ കയ്യിൽ വന്നത്? അത് ഒരു മാജിക് അങ്കിൾ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാ. എന്നിട്ട് മാജിക് അങ്കിൾ എവിടെ?
അങ്കിള് ആ മാജിക് അങ്കിളിനെ ഞങ്ങൾ കൂടി കാണിച്ചു തരുമോ? കാണിച്ചു കൊടുക്കട്ടെ. കാണിച്ചു തരാം. പക്ഷേ അങ്കിളിനെ കാണിച്ചു തരുന്ന വിവരം നിങ്ങൾ മായ ആന്റിയോട് പറയരുത്. സമ്മതിച്ചല്ലോ? ശരി, എല്ലാവരും തിരിഞ്ഞു നോളൂ, നോക്കിക്കോളൂ. റെഡി, 1, 2